പ്രിയപ്പെട്ടവരെ, തിരുദൂതർ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സീറകൾ ഒരു പാരാവാരം കണക്കെ അങ്ങനെ പരന്നു കിടക്കുകയാണ്. അതിലൂടെ നമ്മളങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത് തീരൂല, അതങ്ങനെ നീണ്ടു കിടക്കും. ഒരു മരീചിക പോലെ അങ്ങനെ നീണ്ടു കിടക്കും. അതിലൂടെ പോകുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ്, നമ്മുടെ മനസ്സിന് കുളിർമയാണ്. പലപ്പോഴും തിരുദൂതരുടെ സ്വഹാബത്തിൻ്റെ ചരിത്രം തിരുദൂതരുടെ ചരിത്രം തന്നെയാണ്. സ്വഹാബികളെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം തന്നെയാണ്. പലപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പലരെയും കൂട്ടിപ്പിടിക്കാൻ ശ്രമിച്ചിരുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ചെയ്തിരുന്ന പണികളൊക്കെ നമ്മൾ നോക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ് നമുക്കുണ്ടാവുക. നമ്മുടെ നബിതങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനൊരു ചരിത്രം പറയാം. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു, ഖന്തക്ക് യുദ്ധത്തിലെ സൂപ്പർ ഹീറോ അല്ലെങ്കിൽ ഖന്തക്ക് യുദ്ധത്തിലെ പ്രധാനപ്പെട്ട ആളാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. തൻ്റെ 17-ാം വയസ്സിൽ വീട് വിട്ടിറങ്ങി പല ഗുരുക്കളെയും തേടി നടന്ന് അവസാനം തൻ്റെ പ്രധാനപ്പെട്ട ഗുരുവായി പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൻ്റെ പ്രധാന ഗുരുവായി കണക്കാക്കി, തങ്ങളാണ് ഇനി എന്നെ നയിക്കേണ്ടത്, എൻ്റെ ഗൈഡൻസ് തങ്ങളുടെ അരികിലാണ് ഉള്ളത് എന്ന ഉറപ്പോടുകൂടെ മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പിന്നെ ത്വഹ തങ്ങളുടെ കൂടെ നിൽക്കുകയായിരുന്നു. അതുപോലെ തന്നെ ഖന്തക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് മുസ്ലിമീങ്ങൾ നല്ല പ്രയാസപ്പെട്ടിരുന്ന സമയത്ത് അതിൻ്റെ മാസ്റ്റർ ബ്രെയിനായി, അതിൻ്റെ പിന്നിലെ ചാലക ശക്തിയായി മഹാനവറുകൾ മാറുകയും പേർഷ്യക്കാർ ചെയ്തിരുന്ന തന്ത്രങ്ങൾ സഹാബികൾക്കും നബിതങ്ങൾക്കും പറഞ്ഞു കൊടുത്ത് അത് പയറ്റിക്കൊണ്ട് ആ യുദ്ധം വളരെ വിജയകരമായി പൂർത്തിയാക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായി ഉണ്ടാവുന്ന ആരോഗ്യകരമായ തർക്കമുണ്ട്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു വരുന്നത് പേർഷ്യയിൽ നിന്നാണ്. സൽമാൻ അൽ ഫാരിസി റളിയല്ലാഹു അൻഹു മുഹാജിർ അല്ല, മക്കക്കാരനല്ല, മദീനക്കാരനും അല്ല. അപ്പോ ഖന്തക്ക് യുദ്ധം കഴിഞ്ഞ സമയത്ത് സൽമാനുൽ ഫാരിസിയെ ആരുടെ കൂടെ ചേർക്കണമെന്നുള്ള ഒരു തർക്കമുണ്ടായി. അതൊരു ആരോഗ്യകരമായ തർക്കമാണ്. മുഹാജിറുകൾ പറഞ്ഞു സൽമാനു മിന്ന, സൽമാൻ റളിയല്ലാഹു അൻഹു ഞങ്ങളിൽപ്പെട്ട ആളാണ്. കാരണം സൽമാൻ റളിയല്ലാഹു അത്രയും പഴക്കമുള്ള ആളാണ്, ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നല്ല അറിയുന്ന ആളാണ്, വിവരമുള്ള ആളാണ്, ഞങ്ങൾ കൂട്ടത്തിൽപ്പെടുത്തേണ്ട ആളാണ്. പക്ഷെ അൻസാറുകൾ വിട്ടുകൊടുത്തില്ല. അൻസാറുകൾ പറഞ്ഞു സൽമാനു മിന്ന, സൽമാൻ ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളാണ്, സൽമാൻ ഞങ്ങൾക്ക് വേണം. ഇവർ രണ്ടു കൂട്ടരും തർക്കത്തിൽ ഏർപ്പെടുന്നത് ടെന്റിൽ നിന്നും ഇറങ്ങി വരുന്ന നമ്മുടെ ത്വഹ റസൂലുള്ളാഹി തിരുദൂതർ ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണുകയാണ്. ഉടനെ എല്ലാവരെയും വിളിച്ചു കൂട്ടിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, സൽമാനു മിന്ന അഹ്ലൽ ബൈത്ത്, എൻ്റെ കുടുംബക്കാരെ സൽമാൻ നിങ്ങൾക്ക് 2 പേർക്കും വിട്ടരൂല, സൽമാൻ നമ്മളാളാണ്, എൻ്റെ കുടുംബക്കാരനാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതോടുകൂടെ ആ തർക്കം അവസാനിച്ചു. എന്നാൽ സൽമാൻ റളിയല്ലാഹു അൻഹുവിന് ലോകത്ത് താൻ ചെയ്ത ത്യാഗത്തിന് കിട്ടാവുന്ന സർട്ടിഫിക്കറ്റുകളിൽ വെച്ച് ഏറ്റവും വലിയ